ഇപ്പോഴും എല്ലാ സിനിമയുടെയും ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയില്ല. ഇല്ലാത്ത കണക്കുകൾ ഉണ്ടായി കഴിഞ്ഞിട്ട് അവർ കേക്ക് കട്ടിങ് നടക്കുന്നു, ഈ പറയുന്ന പോസ്റ്റ് ചെയ്യുന്നു, 150 കോടി കയറി എന്നൊക്കെ പറയുമ്പോൾ വിഷമം തോന്നി അല്ലെങ്കിൽ ദേഷ്യം തോന്നിയത് കൊണ്ടാണ് മാമാങ്കത്തിന്റെ കാര്യം വെളിപ്പെടുത്തിയത്. സിനിമ നിർമ്മിക്കുന്ന ആൾക്കാരെ വട്ടിപ്പലിശയ്ക്ക് അല്ലെങ്കിൽ മീറ്റർ പലിശയ്ക്ക് പൈസ കടം മേടിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമുണ്ട്. മലയാള സിനിമയിൽ തന്നെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സിനിമകൾ അഭിനയിക്കാനുള്ള ചാൻസസ് കിട്ടുന്നുണ്ട്, അവർക്ക് അഭിനയിക്കുന്നതിൻ്റെ പൈസ കിട്ടുന്നുണ്ട്, ഡയറക്ടറിന് പൈസ കിട്ടുന്നുണ്ട്. പിന്നെയും എന്തുകൊണ്ടാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത്? അല്ല, ഈ തട്ടിപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ രക്തത്തിൽ അലിഞ്ഞിറങ്ങുന്ന കാര്യമാണ്, മനസ്സിലായില്ല. അപ്പോൾ അവൻ എത്ര കാശുണ്ടെങ്കിലും ഈ പറയുന്ന മനസ്സിലായില്ലേ, ഇപ്പോൾ ഈ ചില ഇതൊക്കെ ഇല്ലേ, ഈ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധനം അടിച്ചു മാറ്റുക, ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം എടുത്തുകൊണ്ട് പോകുക, അതെല്ലാം അവന് ആവശ്യമുണ്ടായിട്ടല്ല. പക്ഷേ അവനത് എടുത്തില്ലെങ്കിൽ ഒരു ഉറക്കം പറ്റില്ല. അവന് സമാനം ഇതായിട്ട് അതൊരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ് അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ മോഷണങ്ങൾ. അപ്പോൾ ഇത് ഇത്രയും കൂടി ഗ്രേഡ് കൂടിയ ഒരു ടൈപ്പ് സംഗതിയാണ്. ഇത് ഈ ആൾക്കാർ അവന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ്റെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഇതായിട്ട് ജീവിക്കാനായിട്ടുള്ള എല്ലാവിധ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആൾക്കാരെ പറ്റുക എന്നുള്ളത് അവന് ഇതുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയണ ജനങ്ങൾ അറിയാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളെന്തായാലും അങ്ങനെയുള്ള ആൾക്കാരായിട്ട് കഴിയുന്നതും ഡീൽ ചെയ്യാറില്ല. നമ്മൾ ആരായിട്ടെങ്കിലും സിനിമയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത് വാക്കാൽ പോലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുസരിച്ചിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ടറും ഡയറക്ടറും ഒരു പടം മോശമായാൽ അടുത്ത പടത്തിനൊരു സാധ്യതയുണ്ട്. പക്ഷെ പ്രൊഡ്യൂസർ ചിലപ്പം ഒരു പടം ഫ്ലോപ്പ് ആയാൽ ചിലപ്പോൾ അയാൾ ദാരിദ്ര്യത്തിലേക്ക് വരെ കൂപ്പുത്തേണ്ട അവസ്ഥ വരുമായിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു പ്രൊഡ്യൂസർമാർക്ക് പ്രത്യേകിച്ച് മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു സെക്യൂരിറ്റി ഇല്ല എന്നൊരു ഫീൽ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഒരിക്കലും ഒരു സെക്യൂരിറ്റിയും ഇല്ല. നിങ്ങളുടെ അടുത്ത് കാശുണ്ടോ, ഇനിയിപ്പോൾ നിങ്ങൾ ആ കാശ് നഷ്ടപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് സിനിമ എടുക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഡയറക്ടറും ഈ പറയുന്ന ആക്ടറും ആരും തിരിഞ്ഞു നോക്കുകയോ ഒരു ടെലിഫോൺ വിളിച്ചിട്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുക പോലും ചെയ്യൂല. പണ്ട് കേട്ടിട്ടുണ്ട് പല പ്രൊഡ്യൂസർമാരുടെ പടം പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ആക്ടേഴ്സ് ഞാൻ വേറെ ഡേറ്റ് തരാമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഇപ്പോഴും ആ അവസ്ഥ തന്നെയല്ലേ എന്നുള്ളതാണ്. അല്ല, ഇപ്പം അവസ്ഥ മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോഴും ഏത് സിനിമകളുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറിന് മാത്രമാണ്. ഇവരുടെ കണക്കിലൊക്കെ അനുസരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ വിജയിച്ച സിനിമയാണ്, മനസ്സിലായില്ല. ഇവർ ആൾക്കാരോട് പറയുന്ന സമയത്ത് ഇല്ലാത്ത കണക്കുകൾ ഉണ്ടായി കഴിഞ്ഞിട്ട് അവരിപ്പോഴും ആ പൈസ സിനിമ ലാഭം മാത്രമാണ് ഇവർ പറയണത്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ ആയി കഴിഞ്ഞിട്ട് ബാക്കി ടെക്നീഷ്യൻസ് ഒന്നും അങ്ങനെ പറയേണ്ടവനില്ല. അപ്പോൾ അവർ അല്ലെങ്കിൽ ചിലപ്പോൾ റൈറ്റർ അടുത്ത ആൾക്കാരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അവർ ഇതിനെ കുറേയും കൂടി ഗ്ലോറിഫൈ ചെയ്തിട്ട് പറയുള്ളൂ ഇത് ഉണ്ടാക്കി. ഇപ്പം എപ്പോഴും എല്ലാ സിനിമയുടെയും ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയില്ല. ഇപ്പം നിങ്ങളൊരു സിനിമ എടുക്കാൻ പോകുന്നുണ്ട്, അതേ ഡയറക്ടർ എൻ്റെ ഒരു സിനിമ ചെയ്തിട്ട് ഞാനത് ഈ പറയുന്ന ഫ്ലോപ്പായി ആകെ കുത്തുവാളെടുത്ത് കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാതിരിക്കണമെന്ന് അത് നാട്ടുകാർക്ക് മുഴുവൻ അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിമാനത്തിൻ്റെ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വീട്ടിൽ അത് സഹിച്ച് അവിടെ ഇനി എന്ത് ചെയ്യും അങ്ങനെ വിജയിക്കാത്ത സിനിമകൾ പോലും ഇത്രയും ദിവസം ഓടി എന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് ചുമ്മാ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അവിടെ കേക്ക് കട്ടിങ് നടക്കുന്നു, ഈ പറയുന്ന പോസ്റ്റ് ചെയ്യുന്നു, 150 കോടി കയറി എന്നൊക്കെ പറയുമ്പോൾ പ്രൊഡ്യൂസർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവൻ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചത്, അത് ഒരു വിഷമം തോന്നി അല്ലെങ്കിൽ ദേഷ്യം തോന്നിയത് കൊണ്ടാണ് മാമാങ്കത്തിന്റെ കാര്യം വെളിപ്പെടുത്തിയത്. ഞാൻ അറിയാതെ എന്റെ സിനിമ വിജയിച്ചെന്ന് ആരൊക്കെയോ പറയുന്നു. അത് ഇതെന്താന്ന് പറയുക, നമ്മൾ ഓരോ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ഒരു ജേർണിയിൽ നമുക്ക് കുറേ എക്സ്പീരിയൻസുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളാദ്യം ഈ മാമാങ്കം എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു ഫീൽഡാകുമ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്ന പല ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് എന്ത് കാര്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ പോലും അങ്ങനെയാണ്. നിങ്ങൾ ഒരേ സ്ഥലത്തോട്ട് 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴും നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും. ആദ്യത്തെ പ്രാവശ്യം ചെയ്താക്കണൊക്കെ വിഡ്ഢിത്തരങ്ങളായിരിക്കാം, അങ്ങനെ ആ റൂട്ടായിരിക്കരുത്. അപ്പോൾ സിനിമയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനപ്പോൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചിന്തകളല്ല, പല ആളുടെയും ചിന്തകൾ കടമെടുത്തിട്ടാണ് ഞാനത് ചെയ്താക്കുന്നത്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതെല്ലാം റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സിനിമ ഈ പറയുന്ന രീതിയിൽ ജനങ്ങളെ ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ അവരെ കൊണ്ട് ഏറ്റെടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് പറയണ പരാധീനങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളിലോട്ട് എത്തൂല്ല എന്നുള്ളൊരു വാസ്തവമാണ്.
ഇപ്പോഴും ആൾക്കാർ പല രീതിയിലൊക്കെ കേക്ക് കട്ട് ചെയ്യലും അതിലും ആൾക്കാർക്ക് കേക്ക് കട്ട് ചെയ്യൽ ഇനി ഒരു കേക്ക് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശം സിനിമയാണ് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും നടക്കില്ല. അതാണ് നടക്കുന്നത്. അപ്പം മാമംഗത്തിൽ നിന്ന് സംഭവിച്ചാക്കണം ഇതനുസരിച്ചിട്ടാണ് ഞാൻ ബാക്കി ചെയ്താക്കണം. അതേപോലെ ഈ അതിൽ ഏറ്റവും സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ആൾക്കാർ എനിക്ക് ഇനി അന്നത്തെ ബാക്കി തരും. അപ്പോൾ അതിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് അതിൻ്റെ ബഡ്ജറ്റ് യഥാർത്ഥ ബഡ്ജറ്റ് ആയിരുന്നില്ല. ഇപ്പോഴും ആ സംഭവിച്ചുകൊണ്ടിരിപ്പുണ്ട്. 5 കോടി മുടക്കി കഴിഞ്ഞിട്ട് 25 കോടി എന്നൊക്കെ പറയണ ഇത് പരിപാടിയുണ്ട്. പക്ഷേ നമ്മളത് പരീക്ഷിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു വലിയ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ ബഡ്ജറ്റ് പറയുകയും നമ്മൾ ആ സിനിമ തിയേറ്ററിലോട്ട് അധികം ഓടാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞാക്കണ ബഡ്ജറ്റിൽ നിന്ന് മറ്റേ ഒരു ഹ്യൂജ് ലോസ് ആയിട്ട് കാണിക്കും. അത് മനസ്സിലായില്ല. ഞാനിപ്പോൾ അന്ന് പറയായിരുന്നു എൻ്റെ മാമംഗത്തിൻ്റെ ബഡ്ജറ്റ് ഒരു 28 കോടിയാണ്. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാനത് മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ ആരും എന്നാ ഇത് പറയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനടുത്ത് എങ്ങനെ ഉണ്ടെങ്കിലും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 55 കോടി എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടത്. അപ്പോൾ അതുകൊണ്ട് കണക്ക് കിട്ടുമ്പോൾ ആരെങ്കിലും ശരിയായിട്ട് ഗസ് ചെയ്തിട്ടുണ്ടോ എമൗണ്ട് ശരിക്കുള്ള ബഡ്ജറ്റ്? അല്ല, ഇതിൽ ഇപ്പോൾ ഒരുത്തൻ്റെ അടുത്ത് നിന്ന് ഒരു 35 കോടി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കുന്നത് ഇവനെ പോലത്തെ ഒരുത്തൻ്റെ അടുത്ത് 35 കോടിയൊക്കെ കഷ്ടപ്പെട്ട് ഇവനെല്ലാം പോയി. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ ഞാനിവിടെ ആ ജോലി ചെയ്യണം ഈ ജോലി ചെയ്യണം മറ്റേ ബുക്ക് വെക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നതാണ്. ചിലപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഗൾഫിലായിരുന്നെങ്കിൽ ആരെങ്കിലും ഭക്ഷണം കൂട്ടി തരുമെന്നറിയാം. ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ അത് ഈ പറയണ റോങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ അതിനുശേഷം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്ര സിനിമകൾ ഞാൻ ചെയ്തിരുന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു ആൾക്കാരോട് ചീത്ത കേൾക്കാനോ അല്ലെങ്കിൽ ഒരു മോശമാണെന്ന് പറയാനോ ഒന്നുമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നന്നായി തന്നെയാണ് പോകുന്നത്. ഇനിയുള്ള സിനിമകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെ ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാൻ നിൽക്കണുള്ളൂ. അല്ലാതെ നമ്മളെന്തിനാണ് ചെയ്യുന്നത്? ഈ സിനിമയിൽ ഒരു നല്ല പേഴ്സൻറ്റേജ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വീട് വെക്കണം. ഞാൻ ഈ പറഞ്ഞ രീതിയിലെല്ലാം കൂടി വെച്ച് കഴിഞ്ഞിട്ട് 5 കോടി. നിങ്ങൾ എൻ്റെ ഒരു എക്സ്പെർട്ടാണ് വീട് വെക്കാൻ. എനിക്ക് വീട് വെച്ച് പരിചയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ 5 കോടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്ലാനിൽ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്ത് തറയും പണിത് മറ്റേ ഇതിൻ്റെ ചുമരെല്ലാം പണിത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയണം സാർ 5 കോടി കഴിഞ്ഞു, ഇനിയിപ്പോൾ മുകളിലോട്ട് എന്താ ചെയ്യണത്? എൻ്റെ അടുത്ത് പൈസയില്ല. സെയിം ഇതാണ്. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ ടർപ്പായ കേട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെട്ടി കഴിഞ്ഞിട്ട് അവിടെ കിടന്നോന്ന് അറിയാം. എന്താ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ട് വീട് വെക്കണ പരിപാടി ഇല്ലല്ലോ. ഇത് സെയിം ഇതാണ് ഇവിടെ സംഭവിച്ചത്. നമ്മളൊരു നിസ്സഹായാവസ്ഥയിലോട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പുറത്ത് കേസ് കൊടുക്കാൻ പറ്റും. യൂണിയനിൽ എവിടെയെങ്കിലും പോയി ഒന്നും പറയാൻ പറ്റില്ല. അവരും പറയും എന്ത് ചെയ്യാൻ പറ്റും, സിനിമ ഇതാണ്, അതിനുള്ള റീസൺ ഉണ്ടാവും. ഒരു 100 റീസൺ കൊണ്ടുവരാം ഇത് പറയാനായിട്ട്. നമ്മളവിടെ ഇങ്ങനെ ഇത് നിൽക്കും. അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ കാവ്യ ഫിലിംസ് ചെയ്യില്ല എന്ന് ഉള്ള എന്തെങ്കിലും കാറ്റഗറീസ് ഉണ്ടോ? ഇന്ന കാര്യങ്ങളുള്ള പടങ്ങൾ ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ ഇന്ന ജോണറിലുള്ള പടങ്ങൾ ഞാൻ ചെയ്യില്ല, അങ്ങനൊരു ഐഡിയ ഉണ്ടോ? അല്ല, ഞാനത് കഥ കേൾക്കണ സമയത്ത് തന്നെ ഞാൻ ശ്രദ്ധിക്കണ്ട. ഈ പറയണ ഓവർ വയലൻസ് അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അബ്യൂസ് ചെയ്യണത് അങ്ങനത്തെ എല്ലാം, ഈവൻ ഏതെങ്കിലും ഒരു മോശം ഡയലോഗ് ഉണ്ടെങ്കിൽ പോലും ഞാനത് ഒന്നില്ലെന്ന് ഞാൻ ഡയറക്ടറോട് പറയും, ക്ലിയർ ആയിട്ട് പറയാം. ഇന്ന ഡയലോഗ് ചില നമ്മുടെ ഏറ്റവും നാടൻ ഇതൊക്കെ ഉണ്ടല്ലോ, ലാംഗ്വേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അത് എനിക്കതൊരു സുഖമായിട്ട് തോന്നണില്ല. അപ്പോൾ അവരെന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഞാൻ പറയും എനിക്ക് ഇഷ്ടമല്ല അത്ര തന്നെ, വേണമെങ്കിൽ പ്രോജക്റ്റ് തന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയലോഗിൽ തന്നെ ഞാൻ സിനിമയിൽ ഒരു ഡയലോഗിൽ തന്നെ ഞാൻ അങ്ങനെ ഇത് പറയാറുണ്ട്. അത് നമ്മുടെ റൈറ്റ് ആണല്ലോ. നമുക്കറിയാം ഇപ്പോൾ ആ ഡയലോഗ് അവിടെ വന്നില്ലെങ്കിലും ഈ സിനിമക്കൊന്നും സംഭവിക്കില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് അത് ചെയ്യുന്നത്? പക്ഷെ അവരെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ഒരു ആൾക്കാർ ചിരിക്കും തിയേറ്ററിൽ, അതാണെന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ നമ്മളത് നമ്മുടെ സിനിമയിൽ അത് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു ഡീസൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ കാവ്യ ഫിലിംസിൽ ഒരു കഥ പറയാൻ, ഇത് കാണുന്ന വീഡിയോ കാണുന്ന ഒരാൾക്ക് ഒരു കഥ പറയണമെങ്കിൽ എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്താണ്? അത് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒന്ന് ഇപ്പോൾ എൻ്റെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന പലരും അവരൊക്കെ നാട്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തോട്ട് വരാറ്. അപ്പോൾ ഞാൻ അവരെൻ്റെ അടുത്ത് പറയുമ്പോൾ ഇവരോട് ചോദിക്കാറുണ്ട് നിങ്ങളെ കഥ കേട്ടതാണെന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറയാം ചേട്ടാ കേട്ടതാണ്, ഒരു രക്ഷയില്ല. അന്ന് ഞാൻ പറയും പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് പറയുന്നത്? ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയും കുഴപ്പമില്ല ഒന്ന് കേട്ട് നോക്കുമെന്ന് പറയും. അങ്ങനെ ഞാൻ കേൾക്കാറുണ്ട്. ഇനി എൻ്റെ അടുത്ത് ഏതെങ്കിലും എൻ്റെ നമ്പറുകളൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് ഡയറക്റ്റാണ് ഇതാണെങ്കിൽ ഞാൻ അവരോട് പറയും നിങ്ങൾ അതിൻ്റെ ഒരു 1 ലൈൻ എനിക്ക് അയച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടൈം പോണത് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഇഷ്ടംപോലെ ടൈമുള്ള ആളാണ്. ഞാൻ പറയും നിങ്ങൾ വന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇത് കളയേണ്ടതിനാണ്. അപ്പോൾ 1 ലൈൻ വായിച്ചു കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ടൈം തരാമെന്ന് പറയണ്ട. അപ്പം ഞാൻ അങ്ങനെ അല്ലാതെ മസിൽ പിടിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്നുമില്ല. നമ്മൾ കഴിയുന്ന രീതിയിൽ ഈ പറയുന്ന ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ പോളിസി. വൈപ്പിൻകാരനായിട്ടുള്ള വേണു സാറ്
എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് വന്ന സ്റ്റോറീസ്, സിനിമയിലേക്ക് വന്ന സ്റ്റോറീസ് ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു എഴുത്തുകാരനായി മാറുന്നതിൻ്റെ പിന്നിലുള്ള ഒരു പാഷൻ എന്തായിരുന്നു? അത് എഴുത്തിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു പണ്ട് മുതൽ തന്നെ? സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ശരിക്കും ഈ കഥകൾ എങ്ങനെ എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫേസ്ബുക്കിനോട് കടപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെറുതായിട്ടൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ അതിൽ വന്നാക്കണ ഒരു കമൻസിൻ്റെ ഒരു ഇതിലാണ് ഞാൻ വീണ്ടും എഴുതാനൊരു പ്രചോദനം കിട്ടിയിരുന്നത്. അപ്പോൾ ഫേസ്ബുക്കാണ് സാറിൻ്റെ എഴുത്തുകാരനാക്കി എന്ന് പറയാം. അതെ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തന്നെ എഴുതി 1-2 പേര് ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ടൊക്കെ നിനക്ക് വേറെ പണിയിലിടാന്നൊക്കെ ചോദിച്ചെങ്കിൽ ഞാൻ അന്ന് തന്നെ ആ പരിപാടി നിർത്തിപ്പോയനെ. ഇപ്പോൾ ആരൊക്കെ എനിക്ക് പറഞ്ഞാൽ അത് ഈ സിനിമയും കൂടി ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ചെറിയൊരു താല്പര്യം ഉണ്ടാവില്ല. സിനിമയിൽ ഉള്ള ആൾക്കാരുടെ പുറകെ ഉള്ള ഒരു ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ എഴുതിയാക്കണയൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രചോദനത്തിൽ ഞാൻ വീണ്ടും സമയം കിട്ടുന്നതനുസരിച്ചൊക്കെ എഴുതിയിരുന്നു. അപ്പം അത് പൊതുവേ വിക്ടോറിയ 18 എന്ന് പറയുന്നത് പൊതുവേ സാറിൻ്റെ യാത്രകളും ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും മാത്രമാണല്ലോ അത് ഒരു ഫിക്ഷനായിട്ടായിട്ട് എഴുതാൻ തോന്നിയത്. കാരണം അത് ഒരു ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണെങ്കിലും ഒരു ഫിക്ഷൻ എലമെൻ്റ് അതിനകത്ത് കിടക്കുന്നത് പോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ല, അതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നാൻ ഫിക്ഷൻ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ രാജ്യങ്ങളിൽ കൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ അതിൽ പറഞ്ഞാക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടില്ല. അല്ല, ഞാനാകെ ഇത് വായിച്ചപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. ഫസ്റ്റ് ഇത് വായിച്ചപ്പോൾ ഇതിലെ പ്രോട്ടോഗണിസ്റ്റ് അല്ലെങ്കിൽ നായകനെ വിഷം കൊടുത്ത് കൊല്ലാൻ പോണ സീനൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യണത് സാറ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓടി വന്നോന്നൊക്കെ. പിന്നെ 3, 4, 5 കഥകളിലേക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വേറെ എന്തോ ആണ്. ഇമാജിനേഷൻ ഐഡിയയുടെ പുറകിലുള്ള ഒരു ഐഡിയേഷൻ എങ്ങനെയായിരിക്കും? അല്ല, അത് എനിക്ക് തോന്നാം അത് നമുക്കങ്ങനെ ഒരു ഉണ്ടാക്കി അല്ലെങ്കിൽ ഇല്ല, നമ്മുടെ ഒരു സ്വാഭാവികമായിട്ട് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വന്നാക്കണ ഒരു കഴിവായിരിക്കാം അത്. ഞാൻ ഒരു ചെറുപ്പത്തിലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തോടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ രാത്രിയാണല്ലോ കാരണം ഈ പകൽ സ്വപ്നങ്ങൾ കാണുന്ന ഒരു സ്വഭാവമുള്ളതായിരുന്നു. വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത് ചെയ്യണ ആൾ. ഞാനിപ്പോൾ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഫിസിക്സിൻ്റെ ക്ലാസ്സിൽ ഞാനിരിക്കുകയായിരുന്നു. എന്നെ പഠിപ്പിച്ച ഒരു കൊടുങ്ങല്ലൂരുള്ള ഒരു സാറ് ശിവശങ്കരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിലിരിക്കുകയാണ്. അപ്പോൾ ഈ സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് ഇയറിൻ്റെ ലാസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു റിലേഷനൊന്നുമില്ല സാറായിട്ട് അങ്ങനെ. അപ്പോൾ സാറ് പെട്ടെന്ന് എൻ്റെ അടുത്ത്, അത് സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ളത്, പുള്ളി എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഫിസിക്സിലൊരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ സാറിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇങ്ങനെ അമ്മ വിട്ടാതെ സാറിനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാനതെന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു കാര്യത്തിൽ അഗാധമായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. എന്താണ് ചോദിക്കണമെന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലാവണില്ല. അതായത് നമ്മളൊരു 10 ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ ഒരു പ്രതീതിയായിരുന്നു എനിക്ക്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ച് താൻ എന്തിനാണ് ഇവിടെ ഇരിക്കണത്? ഇയാൾ എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ എല്ലാവരും ചിരിക്കാനൊക്കെ ഉണ്ട് കൂട്ടുകാരൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെ നിന്നാണ് വന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സ്ഥലം എന്നതാണ്. അച്ഛനെന്താണ് ജോലി? അപ്പോൾ ഞാനെല്ലാം വെച്ച് ഇയാളെ ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. അപ്പോൾ ഇയാൾക്കൊരു സെൻറ്റ് ആവട്ടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ അച്ഛന് കൂലിപ്പണിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൂലിപ്പണി എന്നൊക്കെ പറയുമ്പോൾ സാറിന് പാവം കഷ്ടപ്പെട്ടു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാണ് അന്ന് അച്ഛനെ സഹായിച്ചിട്ടൊക്കെ നടന്നാൽ പോരെ ഇവിടെ വന്നിട്ട്. അതെ, അപ്പോൾ ആ ജീവിതത്തിൽ അന്ന് തുടങ്ങി ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ സാധ്യതയുള്ളതൊക്കെ ഇങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് അങ്ങോട്ട് എഴുതി കഴിഞ്ഞപ്പോൾ അതൊരു കഥയെ വന്നു, അത്രേ ഉള്ളൂ. അതുമാത്രമല്ല, ഇത് നമുക്കും നമ്മളെയും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പല കഥകളും. ഇപ്പോൾ ശശിയുടെ കഥയിലാന്ന് തോന്നുന്നത്, ഗസ്റ്റ് വന്നിരിക്കുമ്പോൾ പഴംപൊരിയും പലഹാരങ്ങളൊക്കെ കൊണ്ട് വെക്കുമല്ലോ. അപ്പോൾ നമ്മളും നോക്കി നിന്നുണ്ടല്ലോ അമ്മയുടെ സാരത്തുമ്പര് പുറകില് അവരിപ്പോൾ പോയിട്ട് ബാക്കിയുള്ളത് കഴിക്കാന്നുള്ള. അപ്പോൾ അതൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ നിന്ന് എടുത്തുകൊണ്ട് കുറെ നർമ്മമൊക്കെ ചേർത്ത്. അല്ല, ഇത് ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സാധനം വരും. പക്ഷെ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെപ്പോലെ ഒരു സാധാരണ വീടുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പലഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് വീട്ടിൽ സാധാരണതയിൽ എല്ലാവരുടെയും വീട്ടിൽ ചോറ അല്ലെങ്കിൽ അങ്ങനെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് നമുക്ക് അതിനോടൊരു ഇഷ്ടക്കറവും ഈ പറയുന്ന ഈ ചായക്കടകളിലൊക്കെ ഉണ്ടാക്കണ പലഹാരങ്ങളോട് ഭയങ്കര ഒരു ആരാധന ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലാണ്. ഇപ്പോൾ എൻ്റെ ഒരു വീട്ടിൽ ഇതനുസരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആരെങ്കിലുമൊക്കെ വിരുന്നാർ വന്നാലും മാത്രം ഇത് ചെയ്യണതാണ്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില നഷ്ടബോധങ്ങളൊക്കെ ഞാൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അത് പലർക്കും അത് ഈസിയായിട്ട് കണക്റ്റ് ആവാൻ. അത് ഈ ബുക്കിൽ പറയുന്നതിൽ പല കാര്യങ്ങളും ഫിക്ഷനായിട്ട് മാത്രമാണെന്നാണ് സാർ പറയുന്നത്. അതോ ചില കാര്യങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങളും ഇല്ലേ?
അല്ല അതിൽ ഈ പറയണത് നമ്മുടെ വീട്ടിൽ ഈ പറയണ അത് നടന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ചോദിക്കാൻ ഉദ്ദേശം കാരണം അഭിജാനിലെ ആ വിഷയവും ഒരിക്കലും ഈ പറയുന്ന അങ്ങനെ ഒരു സലാം ആഫ്രിക്കയിലെ കാര്യവും ഒരിക്കലും സലാം ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ ഞാൻ അതിൽ എഴുതിയാക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ പറയണ മൊസാംബിക്കൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, സൗത്ത് ആഫ്രിക്കയോട് തൊട്ട് ചേർന്നെടുക്കുന്ന ഇതാണ്. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റലാണ് മബൂട്ട്. അവിടെ ഈ ഒരു 5-6 വർഷങ്ങളായിട്ട് ഈ പറയുന്ന രീതിയിൽ കിഡ്നാപ്പിംഗ് എന്നുള്ളത് ഒരു വലിയ ബിസിനസ്സാണ്. അതായത് ഗവൺമെൻറ്റും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു ബിസിനസ്സാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ ഒരു ഇതനുസരിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 120 തുടങ്ങി 140 ആൾക്കാർ വരെയും കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. എല്ലാം ഏഷ്യൻസാണ്. ഏഷ്യൻസ് ഇന്ത്യക്കാരുണ്ടാവാം, ചിലപ്പോൾ പാകിസ്ഥാനികളുണ്ടാവാം. മെയിനായിട്ട് ഈ ഇത് മാത്രം ചൈനക്കാരെ ആഫ്രിക്കാരെ ആരും കൊണ്ടുപോയിട്ടില്ല. ഇതുവരെ കൊണ്ടുപോയിരിക്കണം അധികം ഇന്ത്യൻസിനെ തന്നെയാണ്, പിന്നെ കുറച്ച് പാകിസ്ഥാനികളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കുണ്ടേഴിൽ ഞാൻ ഈ കഥ എഴുതിയാക്കണ പോലെ തന്നെ ഒരു തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ തട്ടിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വെറുതെ വഴി കൂടി കാണുമ്പോൾ തട്ടിക്കൊണ്ടുപോയല്ല. നിങ്ങളെപ്പറ്റി ഇതിൻ്റെ ബാക്കിൽ ഇതൊരു ബിസിനസ്സായിട്ടിരിക്കണം. അത് ഗവൺമെൻറ്റിൽ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും ഒടുങ്ങി പല ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ നെറ്റ്വർത്ത് എവിടെയാണ്, നിങ്ങൾ ഏതൊക്കെ ബാങ്കിലാണ് നിങ്ങൾക്ക് പൈസ ഉള്ളത് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ആണ് നിങ്ങളെ ഒരു ഔട്ട്സോഴ്സ് ചെയ്യണം. വേറെ ടീമുകളെ ഏൽപ്പിക്കുകയാണ്, ഇന്ന ആളെ തട്ടിക്കൊണ്ടുവന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ സാധാരണ ഇതൊക്കെ അടിച്ചെടുക്കുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ തട്ടി കഴിഞ്ഞിട്ട് അവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഇതുണ്ട്, അത് കൊടുക്കും. പിന്നെ അവർ നിങ്ങളായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫെയർ ആയിട്ടുള്ള മീറ്റിംഗ് ആണ്, അല്ലാതെ നിങ്ങളുടെ വേറെ അടിയും പിടിയൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ഇത്ര ഇതുണ്ട്, അതായത് ചിലപ്പോൾ ഒരു $30 മില്യൺ നിങ്ങളുടെ അസറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു 10% $3 മില്യൺ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ റിലീസ് ചെയ്യാം. അല്ല, അപ്പം ഇതിനകത്ത് പല സ്ഥലങ്ങളുടെയും ഒരു നേച്ചറിന്റെ ജിയോഗ്രഫി വരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാതെ നമുക്ക് ഒരാൾക്ക് എങ്ങനെയാണ് വിസിറ്റ് ചെയ്യാതെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനിപ്പോൾ അതിലൊരു ലൂയിസ് എന്ന് പറഞ്ഞ കഥ എഴുതിയാക്കണതിൽ ഈ പറയുന്ന സീഷെൽസ് മെഡഗാസ്കർ ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ ഒന്നും പോകാത്ത ആളാണ്. പിന്നെ സീഷെൽസ് ഐലൻഡിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മിക്ക സിനിമകളിലും ഒക്കെ കണ്ട് നമ്മൾ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐലൻഡാണ്. അതിൽ ആ പോർട്രയിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ലൂയിസും കാമുകിയും പിന്നെ അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും ഭ്രാന്തായിട്ട്, അതൊക്കെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു ആക്ച്വലി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഓർമ്മകൾ തന്നെയാണ് ഈ ഓരോരുത്തർ പറഞ്ഞ കഥകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കേട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഈ സലാം ആഫ്രിക്കയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ സംഭവിക്കേണ്ടതെന്ന് എനിക്കറിയാം. നമ്മൾ ബിസിനസ് ചെയ്യണമല്ലോ. അപ്പോൾ പലരും വന്നു കഴിഞ്ഞിട്ട് പറയും, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഹവാല ചെയ്തിരുന്ന ഒരു ലേഡി ഉണ്ട്, ഒരു ഗീത എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കാരാണ്, പക്ഷെ അവരവിടെ ബോണാൻ പോട്ടപ്പോൾ അവിടെ തന്നെയാണ്. അപ്പോൾ ഞാനായിട്ട് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ തന്നെ അവരുടെ നമ്പറൊക്കെ ഉള്ളതാണ്. നമ്മളിപ്പോൾ അവിടെ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ദുബായിൽ പൈസ കിട്ടണ അവർ 2 പ്രാവശ്യം കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യം അവരെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അവരെന്തോ ചെറിയ $500,000 എന്തോ മേടിച്ചിട്ട് വിട്ടു. പിന്നെയാണ് അറിയണത് അവർ ഒരു വലിയൊരു ബിഗ് ഫിഷ് ആണെന്ന് അറിയണത്. അപ്പോൾ അത് കാരണം അവർ വീണ്ടും വിളിച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് മാത്രമാണ് എനിക്കറിയാവുന്ന കാര്യം. ബാക്കി ഞാനത് എൻ്റെ ഇമാജിനേഷനാണ്. കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം, പിന്നെ ആ രീതിയിൽ എഴുതാക്കണം. പക്ഷേ ചെറിയൊരാൾക്കാർ വിചാരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതൊക്കെ സംഭവിച്ചു, അത് കഴിഞ്ഞിട്ട് ഇതിനൊക്കെ രക്ഷപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അല്ല, ഇതിപ്പോൾ ഫസ്റ്റ് 2-3 കഥകൾ വയ്ക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കും. പെട്ടെന്നാണ് നമ്മൾ ആഫ്രിക്കയിലോട്ടൊക്കെ പോകുന്നത്. പിന്നെ ഓരോ കഥയുടെ എൻഡിങ് ഭയങ്കര മനുഷ്യത്വമുള്ള കഥകൾ, ഒന്നും ദുരന്തമായിട്ട് അവസാനിക്കുന്നില്ല, എല്ലാം ഹാപ്പി എൻഡിങ്ങിൽ കൊണ്ടു നിർത്തും. ഈ എഴുത്തിലും ഒരു ഒത്തിരി സാഹിത്യത്തിൻ്റെ ഒരു കൂടുതൽ ഇത് മിക്സ് ഇല്ല, ഒരു സരസമായിട്ടാണല്ലോ എഴുതുന്നത്. ആ എഴുത്തും അങ്ങനെ തന്നെ വേണം എന്നുണ്ടായിരുന്നു. കാരണം ഒരു FB കുറിപ്പ് പോലെ തന്നെ. അല്ല, ഇതെന്താണെന്നറിയോ, അത് ഈ ക്വസ്റ്റ്യൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറേ അധികം സാഹിത്യം വായിച്ചിട്ടുണ്ടെങ്കിൽ, സാഹിത്യകാരന്മാരുടെ ബുക്കുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എഴുതുന്നതിലോട്ടും ആ സാഹിത്യം കയറി വരും. അപ്പം ഞാൻ അങ്ങനെ ഒന്നും വായിക്കാത്ത ഒരാളായതുകൊണ്ട് മനസ്സിലായില്ലേ, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ പറയണേ ഞാനൊരു വഴി കൂടി എത്തിക്കഴിഞ്ഞിട്ട് ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഞാനത് എഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ വഴി കൂടി പോകണം അവിടെ എത്തിയെന്നാണ്. പക്ഷേ സാഹിത്യകാരങ്ങൾ ആ സമയത്ത് അവിടെ കാറ്റ് ആദ്യം കൂടി പോകണ്ടായിരുന്നു, മേഘങ്ങൾ ഈ കൂടി സൂര്യൻ ഒളിഞ്ഞു നോക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ ആകെ ആൾക്കാർക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നടന്ന് അവിടെ എത്തിയാണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് മേഘം പോയ സൂര്യൻ നോക്കിയാണെന്ന് അറിയേണ്ട ആവശ്യം. അല്ല, കൊച്ചിക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. ഞങ്ങൾ തിമിംഗലത്തെ കാണാൻ പോണേനട്ടോ. അല്ല, അത് ഞാൻ ശരിക്കും ആ ഒരു കടപ്പുറം ഭാഷ അവിടെ. അല്ല, അതൊരു ചോദ്യം കൂടാണ്. സാറ് സംസാരിക്കുമ്പോഴാണെങ്കിൽ സാർ മറ്റേ ഇത്ര മില്യൺ ബിസിനസ് ചെയ്യുന്ന ആള്, സിനിമ പ്രൊഡ്യൂസർ, ദുബായിൽ ആഫ്രിക്കയിലെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഓയിലിന്റെ കിങ് ആണ്. ഇത്രയും പറയുന്ന ആള് വന്നിട്ട് സംസാരിക്കുമ്പോൾ ഒരു കൊച്ചി ഭാഷ പ്രോപ്പർ അതെന്താണ് മാറ്റാത്താണോ, എന്റെ ട്രേഡ് മാർക്ക് ഇതാണെന്ന് ആൾക്കാർക്ക്? അല്ല, അങ്ങനെയല്ല. ഇത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കണ കാര്യമാണ്. അതെനിക്ക് തോന്നുന്നത് നമ്മളൊരു
ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഈ വൈപ്പിലുള്ള ഒരാളാണ്. പുള്ളിക്ക് ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടി കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ്. PSC ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് പോയി. അങ്ങനെ പുള്ളി 3 മാസം കഴിഞ്ഞിട്ട് വന്ന് പറയണമായിട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. അതായത് തിരുവനന്തപുരം ഭാഷ തന്നെയാണ്. തിരുവനന്തപുരം ഭാഷ എന്ന് പറഞ്ഞാൽ ആർക്കും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ. അപ്പം ഞാൻ തിരിച്ച് ഇങ്ങനെ 3 മാസം കൊണ്ടൊക്കെ ഇതേപോലെ മാറും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പർപ്പസിൽ മാറ്റണതാണ്. മനസ്സിലായില്ലേ? എന്താ വെച്ചാൽ അവന് ഈ ഭാഷ അറിയാം, എന്നാലും അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. നമ്മളത് അല്ലാതെ അങ്ങോട്ട് വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ അങ്ങനെ പർപ്പസിൽ ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്നതുകൊണ്ട് കുറച്ച് അച്ചടി ഭാഷ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗൾഫുകാരൻ്റെ ഒരു ഇതിൽ സംസാരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബലം പിടിച്ചിരുന്നിട്ടൊക്കെ വേണമെങ്കിൽ സംസാരിക്കാൻ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഞാനതുകൊണ്ട് ഈ മലയാളി 2 മാസത്തേക്ക് ദുബായ് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ആക്സെന്റ് മാറും. അമേരിക്കൻ പഴംപൊരി എന്ന് പറയുന്ന മലയാളികളുടെ മുന്നിൽ അതൊരു ധൈര്യം കൂടില്ലേ വെച്ചാൽ നമുക്ക് ഇത് നമ്മുടെ ഈ ഭാഷയാണ്, നമ്മുടെ ശൈലി ഇതാണ്, നമ്മളെ ആരും ജഡ്ജ് ചെയ്യാൻ ഇപ്പം വേണമെങ്കിൽ ജഡ്ജ് ചെയ്യാം. ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇത്ര സാധനമില്ല. അപ്പം അതൊന്നും നോക്കാറില്ല, ചിന്തിക്കാറില്ലേ? ഞാനങ്ങനെ ഒരിക്കലും ചെയ്യും. ഞാൻ എപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ചെറിയ കാലഘട്ടം മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അപ്പോൾ അതിൽ ഈ പറയുന്ന സന്തോഷവും ഇതും മറ്റേത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറേ ബലം പിടിച്ച് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരുടെ മുന്നിൽ വലിയ ആളാവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും യാതൊരു ഗുണമില്ലെന്നുള്ള ഇത് എൻ്റെ ഒരു ചെറിയ ഇതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആസ് ഇറ്റ് ഈസ് എൻ്റെ എന്താണ് യഥാർത്ഥ രൂപം എന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ സ്വഭാവം അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇത് ചെയ്യണം. അല്ലാതെ എൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ പൈസ എന്താണ് ആവശ്യമെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്. അല്ല, അപ്പൊ ഈ കൂടോത്രത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? ഇതിലൊരു ചാപ്റ്ററിൽ ഫുൾ കൂടോത്രം, ബ്ലാക്ക് മാജിക്. അത് നിങ്ങൾ ചോദിച്ചത് ലൂയിസിന് എങ്ങനെ ഭ്രാന്ത് വന്നേ? ഇതെന്താണെന്നറിയാമോ, ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഈ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ പല സ്ഥലങ്ങളിലും വളരെയധികം നടക്കുന്ന കാര്യമാണ്. ഈ പറയുന്ന രീതിയിലുള്ള എന്താണ് ആഭിചാര എന്ന് പറയുന്നത് നടക്കുന്നതാണ്. അപ്പം ഞാനും എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ആഫ്രിക്കയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവം നടക്കണം. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ഇതൊന്നുമില്ല. പിന്നെ ഈ കൂടാത്രത്തെ പറ്റിയാണെങ്കിൽ വളരെ വിശ്വസിക്കണ രീതിയിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇതിൻ്റെ ആൾക്കാരൊക്കെ വന്ന് നോക്കുമ്പോൾ അവിടെ അത് കിട്ടിയുണ്ട് ഇത് കിട്ടിയെന്നൊക്കെ എൻ്റെ അടുത്ത് പല കഥകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ ഒരാളെ ഇതേപോലെ എന്തെങ്കിലും ഒരു കൂടാത്രം ചെയ്ത് കഴിഞ്ഞിട്ട് നശിപ്പിക്കാൻ പറ്റുമെന്ന അല്ലെന്നുണ്ടെങ്കിൽ അവനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനോട് കണക്ട് ചെയ്ത് പറയണം. ഇപ്പോൾ നിങ്ങളുടെ തന്നെ ചില ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചില ബിസിനസ്സുകാരൊക്കെ പറയണം, അതായത് ഇതൊന്നും കാര്യമൊന്നുമില്ല, ഈ ആസ്ട്രോളജിയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയണ ഒന്നുമില്ല, ഓരോരുത്തരുടെ കഴിവും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കഠിനാധ്വാനവും ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ തീരുമാനം എടുക്കാനുള്ള കഴിവും അതുകൊണ്ടൊക്കെ തന്നെയാണ് ബിസിനസ് ഇങ്ങനെ ഈ രീതിയിൽ എത്തിപ്പെട്ടതെന്ന്. എങ്ങനെ എത്തിയെന്ന് പറയുമ്പോൾ പറയണതാണല്ലോ. പക്ഷെ ഞാനതിൽ മനസ്സിലാക്കിയാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ നേരത്തെ ഞാൻ പറഞ്ഞു സൗദിയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ കഷ്ടപ്പെട്ടിരുന്ന് ഇന്ന് നമ്മൾ ഈ ഒരേ ലൈഫിൽ തന്നെയുള്ള, അല്ലാതെ കഴിഞ്ഞ ജന്മം ഈ ജന്മം അല്ലല്ലോ പറയണം, ഈ ജന്മത്തിയത് കുറച്ച് കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ച് ഇൻ്റർവ്യൂ എന്താണെന്ന് ചോദിക്കണ ഒരു അവസ്ഥയിലോട്ട് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നേടിയിട്ടാണല്ലോ. ഇപ്പം ഞാൻ പണ്ടത്തെ പോലെ തന്നെ സൗദിയിൽ പരിപാടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടെ വിളിക്കുമോ? ഒരിക്കലും വിളിക്കില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് കുറച്ച് ഏതെങ്കിലും സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഇതിലെത്തിയാക്കണ ആൾക്കാരെ മാത്രമാണല്ലോ ചെയ്യണത്. അപ്പോൾ അതിലോട്ട് ഞാൻ എത്തിപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കഴിവുകളാ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ചിന്തകളാ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും എനിക്കൊരു ഗോഡ് ഫാദർ വന്നു കഴിഞ്ഞിട്ട് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും അങ്ങനെ തന്നിട്ട് ഇതൊന്നുമല്ല. സ്വാഭാവികമായിട്ടത് സംഭവിച്ചാക്കണേണ്. അതിപ്പോൾ ഒരു ദൈവാധീനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലൊന്നും ഞാൻ വിശ്വസിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നേൽ എത്രയോ ദൈവവിശ്വാസികളുണ്ട് സ്ഥിരമായിട്ട്. ഇപ്പം ഞാനൊരു ഹിന്ദു മത വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിലായിക്കോട്ടെ, എത്രയോ നമ്മളേലും ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അമ്പലത്തിൽ പോകുന്നത് രാവിലെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജ, ഇത് വൈകുന്നേരം കിടക്കണതിന് പിന്നെ പൂജ, ഇങ്ങനെ ചെയ്ത് വലിയ എന്താണ് ഈ ദൈവികമായ കാര്യങ്ങളൊക്കെ നടത്തുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞിട്ട് എനിക്ക് ഒരു ശ്ലോകം പോലും ഇതുവരെ അറിയില്ല പറഞ്ഞത്. ഇപ്പോൾ പലരും പറയണ്ട അത് ചെല്ലണം നല്ലതാണ്, എനിക്കൊന്നും അറിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്കത് ഓർത്ത് വെക്കാനായിട്ടുള്ളൊരു കഴിവില്ല. ഇപ്പോൾ ഒരു അമ്പലത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പോലും നമ്മളവിടെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടില്ല, നമ്മളവിടെ കുറച്ച് നേരം നിൽക്കുന്നു, അവിടെ നിന്ന് എന്തെങ്കിലും അത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒരു ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടൈമാണത്. പറഞ്ഞ മനസ്സിലല്ലേ, ഈ നമ്മുടെ ഒരു ജനിച്ചാക്കുന്ന ടൈം ഉണ്ടല്ലോ, അത് വെച്ച് കഴിഞ്ഞിട്ട് തന്നെയാണ് അത് ആസ്ട്രോളജി ആയിട്ട് കണക്ട് ചെയ്യാതിരിക്കാം.
പക്ഷേ അത് വെച്ച് കഴിഞ്ഞിട്ടാണ് ലൈഫ് മുന്നോട്ട് പോകണമെന്ന് വളരെയധികം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ പ്ലെയിനായിട്ട് പറഞ്ഞതല്ല. അതായത് ഞാനൊരു കോളേജ് പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ തുടങ്ങി തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്ട്രോളജി, കൈനോട്ട് ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ഇഷ്ടംപോലെ ഇതായിട്ടുള്ള ബന്ധപ്പെട്ട ബുക്കുകൾ, ഇപ്പം ഈ നമ്മളിപ്പോൾ ജാതകമൊക്കെ എഴുതണമെങ്കിൽ പണ്ടത്തെ മലയാളം ലിപികളാണ് 1, 2 അതുവരെ ഞാനത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്നാലാണ് നമുക്കിത് ഈ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറേ അധികം പഠിക്കുകയും എൻ്റെ കൂടെയുള്ളതും എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള പല ആൾക്കാരുടെയും ജീവിതം ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പല ആൾക്കാരും നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു 30 വർഷം മുന്നേ ഇപ്പം നിങ്ങളുടെ ഞാനത് നോക്കി വെച്ചാക്കുകയാണെങ്കിൽ ഈ 30 വർഷം നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് പോകണമെന്ന് എനിക്കറിയാമല്ലോ, നമ്മൾ ഒരുമിച്ചുള്ള ആൾക്കാരാണെങ്കിൽ. അങ്ങനെ അതിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 100% ധാരണമൊന്നുമില്ല, എന്നാലും ഒരു എന്തെന്നാണ് പറയണ ഒരു മെജോറിറ്റി സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് മനുഷ്യൻ്റെ ലൈഫ് പോണത്. അതായത് ജനിക്കുമ്പോൾ നമ്മളുടെ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ ഗ്രഹങ്ങളില്ലെങ്കിൽ പോലും നമുക്ക് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾ മനുഷ്യർ അറിഞ്ഞിട്ടൊന്നുമല്ല സംഭവിക്കണം. നമ്മളറിയാത്ത എത്രയോ കാര്യങ്ങൾ ഇനി അറിയാനായിട്ട് ചിലപ്പോൾ ഒരിക്കലും അറിയപ്പെടാത്ത എത്രയോ കാര്യങ്ങൾ മനുഷ്യൻ്റെ തന്നെ ലൈഫിലും അല്ലെങ്കിൽ ലോകത്ത് നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനത്തെ അറിയാത്തൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഞാനിത് വന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പോഴും കഷ്ടപ്പെടുന്നു, ഞാൻ മാത്രം ഈ പറയുന്ന രീതിയിൽ ബിസിനസ് ചെയ്ത് ഇത്രയധികം ലോകത്ത് ഇത്രയധികം ബിസിനസ് ഇത്രയും ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു, പൈസ ഉണ്ടാക്കാൻ സാധിച്ചു എന്നൊക്കെ പറയണത് ഒരിക്കലും എൻ്റെ കഴിവോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഏതെങ്കിലും രീതിയിൽ എക്സ്ട്രാ നിങ്ങൾക്കൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരിക്കലും വിശ്വസിക്കേണ്ട ഒരാളല്ല സംഭവിക്കും. അപ്പോൾ സാറിപ്പം ജ്യോതിഷത്തെ പറ്റി ഇത്രയും പറഞ്ഞോണ്ട് ചോദിക്കുന്നത്, വിശ്വാസിയാണോ അതോ സ്പിരിച്വലി ഹൈലൈറ്റഡ് ആണോ സാർ? അല്ല, ഞാനൊരു വിശ്വാസിയാണ്. പക്ഷെ ഞാൻ ആ വിശ്വാസിയാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ ഫുൾ ടൈം പോകാനൊന്നും ഇത് ചെയ്യാത്തൊരു ഒരാൾ ആണ് ഞാൻ. പക്ഷേ ഞാനീ പറഞ്ഞ രീതിയിൽ നമ്മളിപ്പോൾ ഈ വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇതിൽ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കതൊരു താങ്ങാണത്, പറഞ്ഞു വെച്ചല്ലേ. അപ്പോൾ അത് ഇപ്പോൾ അവിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ആ രീതിയിൽ ചിന്തിക്കണമായിരിക്കും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഒരു സ്ഥലത്തൊരു ഇൻ്റർവ്യൂവിന് പോയിരുന്നു. ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇപ്പം നിങ്ങളവിടെ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അറിയണം നിങ്ങളിപ്പോൾ ചീഫ് മിനിസ്റ്ററുടെ റെക്കമെൻഡേഷനാണ് വന്നാക്കുന്ന ആളെന്നും എനിക്കിതൊന്നുമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കോൺഫിഡൻസോട് കൂടിയാണ് ഇരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുണ്ട്. അപ്പോൾ എനിക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ലാതെ എന്താ വെച്ചാൽ എനിക്ക് യാതൊരു ഇതുമില്ല. ഈ പറയുന്ന ഒരു ദൈവവിശ്വാസനെ സംബന്ധിച്ച് ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. എനിക്ക് അവിടെ നിന്ന് മുകളിൽ നിന്നുള്ള ഒരു സംഗതി ഉണ്ട്. ഞാനിപ്പോൾ രാവിലെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥനയും ഒരു വഴിപാട് ഇതൊക്കെ കഴിച്ചിട്ടാണ് വന്നാക്കണം. അപ്പോൾ എന്തായാലും ദൈവം എന്നെ ഇത് കാത്തു രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവിശ്വാസിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും ഒരു പ്രതീക്ഷയില്ല. എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കളഞ്ഞു. അല്ല ഞാനതാ പറഞ്ഞത്. നമ്മൾ ഈ മനസ്സെന്ന് പറയുന്നത് ഇപ്പം ഞാനിങ്ങോട്ട് കയറി വരികയാണ്, നിങ്ങൾ അപ്പം തന്നെ ആദ്യം എൻ്റെ അടുത്ത് പറയണോ സാർക്ക് എന്ത് ഭയങ്കര ഇതിലാണല്ലോ വന്നാക്കണം, ഭയങ്കര കാണാനായിട്ട് ഭയങ്കര പോസിറ്റീവ് ഇതിലാണല്ലോ വന്നാക്കണം, ഭയങ്കര പ്ലസൻ്റ് ആയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊന്നുമല്ല, നിങ്ങൾക്കറിയാം ഇവനെ ആവേശം ഇവനെ എവിടെ നിന്ന് കയറി വന്നെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു ലെവലിലോട്ട്. പക്ഷേ നിങ്ങൾ നേരെ തിരിച്ചാണ് പറയുന്നത്, നിങ്ങളെന്താ ചാവാറായിട്ടിരിക്കുകയാണ്, ഇത് എന്തെങ്കിലും വന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം മനസ്സിൻ്റെ ഒരു വ്യാപാരമാണത്. അപ്പം ഞാനൊരു വിശ്വാസി എന്നുള്ള രീതിയിൽ എനിക്കെപ്പോഴും വിചാരിക്കുന്ന പറഞ്ഞാൽ എന്നെ ഈ പറയുന്ന ഒരു അദൃശ്യ ശക്തി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്താക്കണം, അങ്ങനെയാണ് നാളെ അങ്ങനെ കൊണ്ടുപോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം AV അനൂപ് സാറിനോട് സംസാരിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് അദ്ദേഹം ബിസിനസ് ചെയ്തു, നാടകങ്ങൾ ചെയ്തു, പക്ഷെ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു അംഗീകാരം കിട്ടിയത്. ആസ് എ ബിസിനസ്മാൻ. സാർ ഇത്രയും വലിയ ബിസിനസ് പരിപാടികളൊക്കെ ചെയ്തെങ്കിലും ഒരു സിനിമ ചെയ്തതിന് ശേഷം അതിന് മുമ്പ് അതൊന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ഈ പറയുന്ന അറിയപ്പെടുന്ന റെക്കഗ്നീഷൻ എന്ന് പറയുന്ന സാധനം സിനിമ ചെയ്തതിന് ശേഷമാണോ ഉണ്ടായത്? തീർച്ചയായിട്ടും. അത് ഈ സിനിമയുടെ ഒരു മാജിക് എന്ന് പറയുന്നത് അതാണല്ലോ. നമ്മളിപ്പോൾ എത്രയധികം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഇവിടെ തന്നെ അറിയാമല്ലോ, IT കമ്പനികളൊക്കെ ചെയ്യണം, എത്രയോ വലിയ കോടീശ്വരന്മാരോ അവരൊക്കെ ഉണ്ട്. അവരൊന്നും ഒരു ജനങ്ങൾ തിരിച്ചറിയുകയോ അല്ലെങ്കിൽ അവരെ പറ്റി എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടാവുകയോ അവരുടെ ഒരു ഇൻ്റർവ്യൂ പോലും അവർ വരാറില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ആൾക്കാർക്ക് അറിയാൻ വലിയ താല്പര്യമില്ല. അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ സിനിമയെന്ന് പറഞ്ഞാൽ സിനിമയിൽ പ്രൊഡ്യൂസറിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ അത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അതിൽ മെയിൻ ആക്ടേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡയറക്ടേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ് കൂടുതൽ അറിയാൻ പൊതുജനങ്ങൾക്ക് ആഗ്രഹമുള്ളൂ.
എങ്കിൽ കൂടി ഈ പറയുന്ന സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ആൾക്കാർ ആ ഒരു പ്രിവിലേജ് എപ്പോഴും കിട്ടണ്ടെന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. ഇപ്പോൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ല അടുത്ത സിനിമ ആരാണ്, അതിലാരാണ് നായിക ആരാണ്, എപ്പോൾ റിലീസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പൊതുവെ പറയാറുണ്ട് മലയാളികൾക്ക് ബിസിനസ്സുകാരെ പുച്ഛമാണെന്ന്. അതായത് അവരെ അംഗീകരിക്കത്തില്ല. നമ്മൾ ഒരു 10 ലക്ഷമോ 20 ലക്ഷമോ അല്ലെങ്കിൽ കോടികളോ മുടക്കി ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് സക്സസ്ഫുൾ ആകുന്നതരം വരെ അവർക്കൊരു പുച്ഛമാണ്. ആ ഒരു ചിന്താഗതി മാറിയതായിട്ടോ ആ പ്രവണത ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്കത് ഒരിക്കലും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫേസ്ബുക്കിലായാലും ഇതിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കമൻസൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, അത് ഒരിക്കലും മാറിയിട്ടില്ല. പണ്ട് ഈ പറയുന്ന ഈ ചില ഇടവഴികളുടെ അല്ലെന്നുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ ഒക്കെ ചമരകളിലാണ് എഴുതിയിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കമൻസ് ആയിട്ട് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നും എഴുതിയിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാട്ടിൽ ബിസിനസ് ചെയ്യണതാ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സുന്ദരിയായ ഒരു പെണ്ണുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ പുറത്താണ്, മറ്റവൻ്റെ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവൻ പ്ലസ് ഇവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം നമുക്കറിയാം, എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ. അതിപ്പോൾ ഫേസ്ബുക്കിൽ വന്ന് ഇതേ ഗോസിപ്പ്, മനസ്സിലായില്ലേ, ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ കാണിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ നെഗറ്റീവുകളുടെ ഒരു ഘോഷയാത്രയാണ്. അപ്പോൾ ഇപ്പോൾ വേറെ ലാംഗ്വേജിൽ ഇതൊക്കെ ഉണ്ടാകുന്നറിയില്ല. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് നമുക്കറിയില്ല, നമ്മളതിൽ പോയിട്ട് നോക്കിയിട്ടില്ല, ഇതിലൊക്കെ ഇതേപോലെ കമൻസ് വന്നിട്ടുണ്ടായില്ല എന്നൊന്നും അറിയില്ല. നമ്മുടെ ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഘോഷയാത്ര ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കണം. അവിടെയുള്ള പ്രതിഭാസം തന്നെയാണ്.